ഏപ്രിൽ മാസത്തിലെ പ്രധാന ദിനങ്ങളും അവയുടെ പ്രത്യേകതകളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഏപ്രിൽ 1 ലോക വിഡ്ഢിദിനം. എല്ലാ വർഷവും ഏപ്രിൽ 1 ലോക വിഡ്ഢിദിനമായി ആചരിക്കുന്നത്. കുറ്റബോധമില്ലാതെ സുഹൃത്തുക്കളെ പറ്റിക്കാനും പരിഹസിക്കാനുമുള്ള ഒരു അവസരമായാണ് എല്ലാവരും ഏപ്രിൽ ഫൂൾ ദിനത്തെ കാണുന്നത്. ഏപ്രിൽ 2 ഓട്ടിസം അവബോധ ദിനം. ഓട്ടിസത്തെക്കുറിച്ചുള്ള അവബോധം സമൂഹത്തിൽ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 2007 ഡിസംബർ 18 തീരുമാനപ്രകാരമാണ് ഏപ്രിൽ 2 ലോക ഓട്ടിസം അവബോധ ദിനമായി ആചരിക്കപ്പെടുന്നത്. ഏപ്രിൽ 2 ലോക കുട്ടികളുടെ പുസ്തക ദിനമായും ആചരിക്കുന്നുണ്ട്. പ്രസിദ്ധ ബാലസാഹിത്യകാരനായിരുന്ന ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സിൻ്റെ ജന്മദിനമായ ഏപ്രിൽ 2 കുട്ടികളുടെ അന്താരാഷ്ട്ര പുസ്തക ദിനമായി ആഘോഷിക്കുന്നത്. ഇൻ്റർനാഷണൽ ബോർഡ് ഓൺ ബുക്സ് ഫോർ യങ് പീപ്പിൾ ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. 1967 മുതലാണ് ഏപ്രിൽ 2 ലോക പുസ്തക ദിനമായി ആചരിച്ചു തുടങ്ങിയത്. ഏപ്രിൽ 6 ഉപ്പ് സത്യാഗ്രഹ ദിനം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉപ്പിന് നികുതി ചുമത്തിയതെ പ്രതിഷേധിച്ച് 1930 മാർച്ച് 12 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അഹിംസ സത്യാഗ്രഹമാണ് ഉപ്പ് സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. 24 ദിവസം യാത്ര ചെയ്ത് ഏപ്രിൽ 6 ദണ്ഡി ഗ്രാമത്തിലെത്തി കടപ്പുറത്ത് അട്ടിയായി കിടക്കുന്ന ഉപ്പ് കയ്യിൽ കോരിയെടുത്ത് ഗാന്ധിജിയും അനുയായികളും നിയമലംഘനം നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഉപ്പ് സത്യാഗ്രഹ ദിനം ആചരിക്കുന്നത്. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. എല്ലാ വർഷവും ഏപ്രിൽ 7 ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ആരോഗ്യദിനം ആഘോഷിക്കപ്പെടുന്നു. പ്രഥമ ആരോഗ്യസഭ 1948 ലോകാരോഗ്യ സംഘടന വിളിച്ചു ചേർത്തത്. 1950 മുതൽ എല്ലാ വർഷവും ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം ആഘോഷിക്കപ്പെടണമെന്ന് പ്രഥമ ആരോഗ്യസഭയാണ് തീരുമാനമെടുത്തത്. ലോകാരോഗ്യ സംഘടനയുടെ സ്ഥാപക ദിനം ആചരിക്കുന്നതോടൊപ്പം ഏതെങ്കിലും ആഗോള ആരോഗ്യ പ്രശ്നത്തെ ലോകശ്രദ്ധയിൽ കൊണ്ടുവരാനും ഈ ദിനാചരണം പ്രയോജനപ്പെടുന്നു. ഏപ്രിൽ 11 ലോക പാർക്കിൻസൺസ് ദിനം. ദേശീയ മാതൃസുരക്ഷാ ദിനം. എല്ലാ വർഷവും ഏപ്രിൽ 11 ലോക പാർക്കിൻസൺസ് ദിനമായി ആചരിക്കുന്നു. പാർക്കിൻസൺസ് ഒരു മെഡിക്കൽ അവസ്ഥയാണെന്ന് കണ്ടെത്തിയ ജെയിംസ് പാർക്കിൻസണിൻ്റെ ജന്മദിനമാണ് അത്. നാഡീവ്യവസ്ഥയുടെ തകരാറിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പൊതുജനങ്ങളെ സഹായിക്കാനുമുള്ള ദിനം കൂടിയാണിത്. യൂറോപ്യൻ പാർക്കിൻസൺ ഡിസീസ് അസോസിയേഷനും ലോകാരോഗ്യ സംഘടനയും ചേർന്നാണ് 1997 ഏപ്രിൽ 11 ലോക പാർക്കിൻസൺസ് ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമായ ഏപ്രിൽ 11 ഇന്ത്യ ഗവൺമെൻറ് മാതൃസുരക്ഷാ ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏപ്രിൽ 12 അന്താരാഷ്ട്ര ബഹിരാകാശ യാത്രാ ദിനം. ലോകത്തിലെ ആദ്യ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ ആദ്യ ബഹിരാകാശ യാത്ര നടത്തിയത് 1961 ഏപ്രിൽ 12 മനുഷ്യന് കൈവരിച്ച ഈ നേട്ടത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ വർഷത്തെയും ബഹിരാകാശ ദിനാചരണം. ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് ദിനം. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് മൈതാനത്ത് നിരായുധരായ നൂറുകണക്കിന് പേർ ജനറൽ ഡയറിൻ്റെ പട്ടാളത്തോക്കുകൾക്ക് ഇരയായ ദിനം. യാതൊരു പ്രകോപനവുമില്ലാതിരുന്നിട്ടും ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർക്കാൻ ജനറൽ ഡയർ ഉത്തരവിടുകയായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ അധ്യായമെന്നാണ് ഈ കൂട്ടക്കൊലയെ ചരിത്രം അടയാളപ്പെടുത്തിയത്. ഏപ്രിൽ 14 ദേശീയ ജലദിനം. അംബേദ്കർ ദിനം. ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ ജന്മദിനമാണ് രാജ്യത്ത് ജലദിനമായി ആചരിക്കുന്നത്. ജലവിഭവ വികസനത്തിന് ഡോക്ടർ ബി.ആർ. അംബേദ്കർ നൽകിയ സംഭാവന പരിഗണിച്ചാണ് ഏപ്രിൽ 14 ദേശീയ ജലദിനമായി ആചരിക്കാൻ 2016 അന്നത്തെ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചത്. അന്നത്തെ ജലവിഭവ മന്ത്രി ഉമാഭാരതിയാണ് പ്രഖ്യാപനം നടത്തിയത്. അമൂല്യമായ ജലസ്രോതസ്സുകൾ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് അംബേദ്കറുടെ ജന്മദിനത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ലോക ജലദിനത്തിൻ്റെ ആശയം. ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം. ഓരോ ചുവടുവയ്പും ഭയപ്പാടോടെ മാത്രം ചെയ്യേണ്ടി വരിക, ശരീരത്തിലുണ്ടാകുന്ന ചെറിയ മുറിവ് പോലും ജീവഹാനിക്ക് കാരണമായി വരിക, ഇത്തരത്തിൽ ഭയന്ന് വിറച്ച് ഉള്ളുരുകി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ചിലരുണ്ട് നമുക്കിടയിൽ. ഹീമോഫീലിയ രോഗികളാണത്. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഹീമോഫീലിയയുടെ സ്ഥാപകനായ ഫ്രാങ്ക് ഷാ ബെലിനോടുള്ള ആദരസൂചകമായി ഏപ്രിൽ 17 അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിലാണ് ഹീമോഫീലിയ ദിനം ആചരിക്കുന്നത്. 1989 മുതലാണ് ലോക ഹീമോഫീലിയ ദിനമായി ആചരിച്ചു തുടങ്ങിയത്.
ജനങ്ങളിൽ ഈ രോഗത്തെക്കുറിച്ച് ബോധം സൃഷ്ടിക്കുക, മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കുക എന്നിവയാണ് ലോക ഹീമോഫീലിയ ദിനം ആചരിക്കുന്നതിന് പിന്നിലെ ലക്ഷ്യം. ഏപ്രിൽ 21 ദേശീയ സിവിൽ സർവീസ് ദിനം. ഇന്ത്യൻ സർക്കാർ എല്ലാ വർഷവും ഏപ്രിൽ 21 സിവിൽ സർവീസസ് ദിനമായി ആഘോഷിക്കുന്നതിന് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് പൗരന്റെ ലക്ഷ്യത്തിനായി സ്വയം സമർപ്പിക്കാനും പൊതുസേവനത്തിനും ജോലിയിലെ മികവിനുമുള്ള പ്രതിബദ്ധത പുതുക്കാനുമുള്ള ഒരു അവസരമായാണ് 2006 ഏപ്രിൽ 21 ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിലാണ് സിവിൽ സർവീസ് ദിനത്തിൻ്റെ ആദ്യത്തെ ചടങ്ങ് നടന്നത്. ഏപ്രിൽ 22 ലോക ഭൗമദിനം. ഭൂമിയുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് എല്ലാ വർഷവും ഏപ്രിൽ 22 ലോക ഭൗമദിനം ആചരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭൂമിയുടെ സ്വാഭാവികമായ ഘടന നിലനിർത്തുന്നത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ്. ബോധവൽക്കരണത്തിനൊപ്പം ഭൂമിയെ സംരക്ഷിക്കാൻ ഊർജം നൽകുകയാണ് ഈ ദിനത്തിൻ്റെ ലക്ഷ്യം. കാലാവസ്ഥാ വ്യതിയാനത്തിനോടൊപ്പം ആഗോളതാപനം, മലിനീകരണം തുടങ്ങിയവയും ഈ ദിനത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഏപ്രിൽ 23 ലോക പുസ്തക ദിനം. സ്പെയിൻകാരുടെ പുസ്തക പ്രേമത്തിൽ ആവേശം ഉൾക്കൊണ്ടാണ് യുനെസ്കോ ഏപ്രിൽ 23 പുസ്തക ദിനാചരണത്തിന് തുടക്കമിടുന്നത്. 1616 ഏപ്രിൽ 23 വിഖ്യാത എഴുത്തുകാരനായ ഷേക്സ്പിയറിൻ്റെ ജനനവും മരണവും. അതുകൊണ്ട് തന്നെയാണ് ഈ ദിനത്തിൽ ലോക പുസ്തക ദിനം ആചരിക്കാൻ തുടങ്ങിയതെന്നും ആളുകൾ വ്യക്തമാക്കുന്നു. ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനം. ഭാരതത്തിലെ ഗ്രാമീണ അധികാര വികേന്ദ്രീകരണ സംവിധാനമാണ് പഞ്ചായത്ത് രാജ്. ബൽവന്തറായ മേത്ത കമ്മിറ്റി സമർപ്പിച്ച നിർദ്ദേശങ്ങൾ പ്രകാരം ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് പദ്ധതി ആവിഷ്കരിച്ചു. 73 ഭേദഗതി അനുസരിച്ച് 1993 ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത്. ഏപ്രിൽ 25 മലേറിയ ദിനം. മലേറിയ ചെറുക്കാനുള്ള ആഗോളതലത്തിലുള്ള നടപടികളുടെ ഭാഗമായാണ് ദിനാചരണം നടത്തുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ഭാഗമായ ലോക ഹെൽത്ത് അസംബ്ലിയുടെ 60ാം സമ്മേളനത്തിലാണ് തീരുമാനപ്രകാരമാണ് 2007 മെയ്യിൽ ലോക മലേറിയ ദിനാചരണത്തിന് തുടക്കമിട്ടത്. ഏപ്രിൽ 26 ലോക ബൗദ്ധിക സ്വത്തവകാശ ദിനം. എല്ലാ ഏപ്രിൽ 26 ലോക ബൗദ്ധിക സ്വത്തവകാശ ദിനമായി ആചരിക്കുന്നു. പുതുമയും സർഗാത്മകതയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ബൗദ്ധിക സ്വത്തവകാശം വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ദിനം ലക്ഷ്യമിടുന്നു. 2000 ലോക ബൗദ്ധിക സ്വത്തവകാശ സംഘടന പേറ്റന്റുകൾ, പകർപ്പവകാശം, വ്യാപാരമുദ്രകൾ, രൂപകൽപ്പനകൾ എന്നിവ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നതിനെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിന് സ്ഥാപിച്ചതാണ് ലോക ബൗദ്ധിക സ്വത്തവകാശ ദിനം. ഏപ്രിൽ 29 ലോക നൃത്ത ദിനം. ആധുനിക ബാലയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ജീൻ ജോർജസ് നോവറിൻ്റെ ജന്മദിനമാണ് ഏപ്രിൽ 29. നൃത്തത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ച് നൃത്തലോകം അദ്ദേഹത്തിന് നൽകിയ ശ്രദ്ധാഞ്ജലിയായി ഈ ദിനം സ്മരിക്കപ്പെടുന്നു. കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.